ജേണി ടു വിക്ടറിയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. 2025 മാർച്ച് മാസം 1 മുതൽ 15 വരെയുള്ള തീയതികളിലെ കറണ്ട് അഫേഴ്സ് 2 ഭാഗങ്ങളായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിക് സംവിധാനം ഉപയോഗിച്ച് പ്രപഞ്ച രൂപീകരണം, ഗാലക്സി പരിണാമം, ജീവൻ രൂപപ്പെടുന്ന തന്മാത്രകളുടെ പരിണാമം തുടങ്ങിയ പഠനങ്ങൾക്കായുള്ള നാസയുടെ ദൗത്യം. ഉത്തരം സ്ഫിയർ-എക്സ്. അപ്പോൾ നാസയുടെ സ്ഫിയർ-എക്സ് എന്ന പദ്ധതി അല്ലെങ്കിൽ ദൗത്യം ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പിക് സംവിധാനം ഉപയോഗിച്ച് പ്രപഞ്ച രൂപീകരണം, ഗാലക്സി പരിണാമം, ജീവൻ രൂപപ്പെടുന്ന തന്മാത്രകളുടെ പരിണാമം എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ 58ാം കടുവ സംരക്ഷണ കേന്ദ്രം. ഉത്തരം മാധവ്. മധ്യപ്രദേശിലെ മാധവ് ആണ് ഇന്ത്യയുടെ 58ാം കടുവ സംരക്ഷണ കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. രാജ്യത്താദ്യമായി ഹൈഡ്രജൻ പവർ ട്രക്ക് പരീക്ഷണങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതി നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ ആണ് രാജ്യത്ത് ആദ്യമായി ഹൈഡ്രജൻ പവർ ട്രക്ക് പരീക്ഷണങ്ങൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതി. MGHM നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ. ഇന്ത്യയിലെ ആദ്യ 3D പ്രിൻറ്റിംഗ് വില്ല നിർമ്മിച്ച കമ്പനി ഏതാണ്? ഇന്ത്യയിലെ ആദ്യ 3D പ്രിൻറ്റിംഗ് വില്ല ത്വസ്ത എന്ന കമ്പനിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ 3D പ്രിൻറ്റിംഗ് വില്ല നിർമ്മിച്ചത്. അപൂർവ രക്തഗ്രൂപ്പുകളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ച ആദ്യ സംസ്ഥാനം. അപൂർവ രക്തഗ്രൂപ്പുകളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. കേരളത്തിലാണ് ആദ്യത്തെ അപൂർവ രക്തഗ്രൂപ്പുകളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുന്നത്. ബജറ്റ് ലോഗോയിൽ നിന്ന് രൂപയുടെ ചിഹ്നം മാറ്റിയ ആദ്യ സംസ്ഥാനം തമിഴ്നാട്. ഇപ്പോൾ തമിഴ്നാടാണ് ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൻ്റെ ലോഗോയിൽ നിന്ന് രൂപയുടെ ചിഹ്നം മാറ്റിയത്. ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയ രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ ബ്ലൂ ഗോസ്റ്റ്. ചന്ദ്രനിൽ വിജയകരമായി ഇറങ്ങിയ രണ്ടാമത്തെ സ്വകാര്യ ലാൻഡർ ഏതാണ്? ബ്ലൂ ഗോസ്റ്റ്. ഫയർഫ്ലൈ എയറോസ്പേസ് എന്ന കമ്പനിയുടേതാണ് ഈ ലാൻഡർ. ലഹരിക്കെതിരെയുള്ള NSSൻ്റെ ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എങ്കിൽ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ക്യാമ്പയിൻ എന്താണ്? ടീച്ചേഴ്സ് ബ്രിഗേഡ്. എന്താണ്? ലഹരിക്കെതിരെയുള്ള NSSൻ്റെ ക്യാമ്പയിനാണ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. NSSൻ്റേത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ഇനി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ക്യാമ്പയിനാണ് ടീച്ചേഴ്സ് ബ്രിഗേഡ്. മാർച്ചിൽ നവരത്ന പദവി നേടിയ 2 റെയിൽവേ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഏതെല്ലാം? ഒന്ന് IRCTC, മറ്റൊന്ന് IRFC. IRCTC ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. IRFC ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ. ഈ 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കാണ് മാർച്ചിൽ നവരത്ന പദവി ലഭിച്ചത്. കടൽപ്പുല്ല് ദിനാചരണത്തിനായി 2022 മെയ് 22-ന് UN-ൽ പ്രമേയം അവതരിപ്പിച്ച രാജ്യം ശ്രീലങ്ക. ശ്രീലങ്കയാണ് 2022 മെയ് 22-ന് UN-ൽ കടൽപ്പുല്ലുകൾക്ക് വേണ്ടി അവയുടെ സംരക്ഷണത്തിന് വേണ്ടി ഒരു ദിനാചരണം ആവശ്യമാണ് എന്ന പ്രമേയം ഉന്നയിച്ചത്. മാർച്ച് 1 ലോക കടൽപ്പുല്ല് ദിനാചരണത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. 97ാം ഓസ്കർ അവാർഡിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ നേടിയ സിനിമ ഏതാണ്? അനോറ എന്ന സിനിമയ്ക്കാണ് 97ാം ഓസ്കർ അവാർഡിൽ ഏറ്റവും കൂടുതൽ അവാർഡുകൾ ലഭിച്ചത്. ഏറ്റവും മികച്ച സിനിമ, തിരക്കഥ, സംവിധാനം, എഡിറ്റിംഗ്, ഏറ്റവും മികച്ച നടി, ഈ 5 അവാർഡുകളാണ് അനോറ എന്ന സിനിമയ്ക്ക് ലഭിച്ചത്. 2025-ലെ ദേശീയ സുരക്ഷാ വാരത്തിൻ്റെ പ്രമേയം എന്താണ്? സേഫ്റ്റി ആൻഡ് വെൽബീയിങ് ക്രൂഷ്യൽ ഫോർ വികസിത് ഭാരത്. എന്താണ്? സേഫ്റ്റി ആൻഡ് വെൽബീയിങ് ക്രൂഷ്യൽ ഫോർ വികസിത് ഭാരത്. സുരക്ഷയും ക്ഷേമവും വികസിത ഭാരതത്തിന് നിർണായകം. ഇതാണ് ഈ വർഷത്തെ ദേശീയ സുരക്ഷാ വാരത്തിൻ്റെ പ്രമേയം. നൈറ്റ് ഫ്രാങ്കിൻ്റെ
ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് പ്രകാരം അതിസമ്പന്നരുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം. 4. നൈറ്റ് ഫ്രാങ്കിൻ്റെ ഗ്ലോബൽ വെൽത്ത് റിപ്പോർട്ട് പ്രകാരം അതിസമ്പന്നരുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 4-ാം സ്ഥാനത്താണ്. US, ചൈന, ജപ്പാൻ എന്നിവയാണ് ആദ്യ 3 രാജ്യങ്ങൾ. കോവിഡ് കാലത്ത് ഇന്ത്യ നൽകിയ കൈത്താങ്ങ് അനുസ്മരിച്ചുകൊണ്ട് നരേന്ദ്രമോദിക്ക് ബാർബഡോസ് രാജ്യം നൽകിയ ബഹുമതി എന്താണ്? ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ് എന്നതാണ് ബാർബഡോസ് രാജ്യം നരേന്ദ്രമോദിക്ക് നൽകിയ ബഹുമതി. എന്താണ്? ഓണററി ഓർഡർ ഓഫ് ഫ്രീഡം ഓഫ് ബാർബഡോസ്. ആദ്യ ടെസ്റ്റ് മത്സരത്തിൻ്റെ 150-ാം വാർഷികത്തിൽ ആദ്യ കളി നടന്ന ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വീണ്ടും ഏറ്റുമുട്ടുന്ന രാജ്യങ്ങൾ ഏതെല്ലാം? ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ. ക്രിക്കറ്റിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് മത്സരം നടന്നത് 150 വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് നടന്ന അതേ മത്സരം അതേ വേദിയിൽ വീണ്ടും ആവിഷ്കരിക്കുകയാണ് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും. കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക് എവിടെയാണ്? കൊല്ലം. കൊല്ലത്താണ് കേരളത്തിലെ ആദ്യത്തെ വി പാർക്ക്. ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറി ആരാണ്? അഞ്ജു രതി റാണ. അഞ്ജു രതി റാണയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ നിയമ സെക്രട്ടറി. ബഹിരാകാശത്തു വച്ച് ഡീഡോക്കിംഗ് നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ? 4-ാമത്തെ രാജ്യം. ബഹിരാകാശത്തു വച്ച് ഡീഡോക്കിംഗ് പ്രോസസ്സ് നടത്തുന്ന 4-ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇതിനു മുൻപ് അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾ ഡീഡോക്കിംഗ് സംവിധാനം വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കുന്നതിനുള്ള സ്പേസ് എക്സ് ഡ്രാഗൺ 9 വിക്ഷേപിച്ചത് എവിടെ നിന്ന്? കെന്നഡി സ്പേസ് സെൻറ്റർ, ഫ്ലോറിഡ. ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെൻറ്ററിൽ നിന്നാണ് സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കുന്നതിനുള്ള സ്പേസ് എക്സ് ഡ്രാഗൺ 9 വിക്ഷേപിച്ചത്. 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഡോക്ടർ എം ലീലാവതി. ഡോക്ടർ എം ലീലാവതിക്കാണ് 2025 കടമ്മനിട്ട രാമകൃഷ്ണൻ പുരസ്കാരം ലഭിച്ചത്. സെബിയുടെ ചെയർമാനായി നിയമിതനായത് ആര്? തുഹിൽ കാന്ത പാണ്ഡെ. തുഹിൽ കാന്ത പാണ്ഡെയാണ് സെബിയുടെ ചെയർമാനായിട്ട് നിയമിതനായിരിക്കുന്നത്. ഡാറ്റ ആക്സസ് വർദ്ധിപ്പിക്കുന്നതിനും സംസ്ഥാനത്തിൻ്റെ അതിർത്തി സംരക്ഷിക്കുന്നതിനുമായി സ്വന്തമായി ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ആദ്യ സംസ്ഥാനം? അസം. സ്വന്തമായി ഒരു ഉപഗ്രഹം വിക്ഷേപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് അസം. അസം സാറ്റ് എന്നതാണ് ഉപഗ്രഹത്തിൻ്റെ പേര്. കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി ആര്? മാർക്ക് കാർണ. മാർക്ക് കാർണയാണ് കാനഡയുടെ പുതിയ പ്രധാനമന്ത്രി. ഈ വർഷത്തെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? KP സുധീര. KP സുധീരയ്ക്കാണ് ഈ വർഷത്തെ തകഴി സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ വിജയാശംസകൾ. ശുഭഭാവി.